ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു എഗ് റൈസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാന് അടുപ്പത്ത് വെക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉള്ളി ഇടുക. എന്നിട്ട് അത് നല്ലോണം മിക്സ് ആക്കുക. പെട്ടെന്ന് ഉള്ളി വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടണം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ഇടുന്നത്. അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. അതിന് ശേഷം തക്കാളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കണം. ഇങ്ങനത്തെ ഒരു ടൈമിലാകുമ്പോൾ നമുക്ക് പൊടികൾ ഇടണം. ആദ്യം ചിക്കൻ മസാലപ്പൊടിയാണ് ഇടുന്നത്. ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം. അതിന് ശേഷം മുളക് പൊടി ഇട്ടുന്നുണ്ട്. എന്നിട്ട് നല്ലോണം നമുക്ക് മിക്സ് ആക്കി എടുക്കണം, ഇളക്കി കൊടുക്കണം നല്ലോണം. അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് മുട്ട പൊട്ടിച്ചിടണം. ഞാൻ 3 മുട്ടയാണ് ഇവിടെ പൊട്ടിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ അതിലേക്ക് പൊട്ടിച്ചിടാം. ഇത് 3 മുട്ടയും അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മുഴുവൻ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി ഉപ്പ് വേണമായിരുന്നു. അത് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ മുന്നേ വേവിച്ച് വെച്ച ജീരക റൈസ് ഉണ്ട്. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെ ഉണ്ടാക്കുക. അത് നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം നമുക്ക് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കാം. അതിനുശേഷം ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ബൈ.